മുമ്പ് നമ്മൾ കണ്ട പോലെ ഒരു സൂപ്പർമാൻ അല്ല ഇത്. മുമ്പ് നമ്മൾ പഴയ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിലിപ്പോൾ വരുന്ന സൂപ്പർമാൻ എന്ന് പറയുന്നത് നല്ല എപ്പോഴും നല്ല കാം ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള സൂപ്പർമാനാണ്. ബട്ട് ഇതിൽ കാണിക്കുന്നത് കുറച്ച് ഇമോഷണൽ, കുറച്ച് നല്ല ദേഷ്യം വരുമ്പോൾ ദേഷ്യം, വിഷമം ഇതെല്ലാം കാണിക്കുന്ന ഒരു സൂപ്പർമാനാണ്. വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പോർഷൻസ് എല്ലാം നന്നായിട്ട് തന്നെ ഈ ആക്ടർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു ആസ്പെക്ട്. പിന്നെ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിലെ വിഷ്വൽസ് ആൻഡ് ഓഡിയോ മിക്സിംഗ് ആണ്. ഞാനിത് ഐമാക്സ് എന്നാണ് കണ്ടത്. അപ്പോൾ ഇതിലെ വിഷ്വൽസ് ട്രെയിലർ കണ്ട ഒരു സിറ്റി നശിക്കുന്നൊരു സീൻസ്, പിന്നെ ഒരു പോക്കറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിലൊക്കെ ഉള്ള വിഷ്വൽസൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ ആ പോർഷൻസിൽ തന്നെ സൗണ്ട് മിക്സിങ് നന്നായിരുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസും വളരെ നന്നായിരുന്നു. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നിയത് ഇതിലെ സിനിമയിലെ കോമഡിയാണ്. കോമഡി നല്ല ഇഷ്ടപ്പെട്ട കോമഡിയാണ്. ബട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ആ കോമഡി കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് തോന്നി. ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി യൂഷ്വലി ഒരു മാർവൽ മൂവീസിലൊക്കെ അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ പഴയ DC മൂവീസ് പോലെയല്ല. നിങ്ങൾക്ക് മാർവൽ മൂവീസ്, പ്രത്യേകിച്ച് ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സീസ് പോലുള്ള സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമ.